ആരൊരാൾ പുലർമഴയിൽ ആർദ്രമാം ഹൃദയവുമായി ആദ്യമായി നിൻ മനസ്സിൻ ജാലകം തിരയുകയായി പ്രണയമൊരു തീനാളം അലിയു നീയാവോളം പ്രണയമൊരു തീനാളം അലിയു നീയാവോളം പീലി വിടരും നീലമുകിലേ ആരൊരാൾ പുലർമഴയിൽ ആർദ്രമാം ഹൃദയവുമായി ആദ്യമായി നിൻ മനസ്സിൻ ജാലകം തിരയുകയായി ആരൊരാൾ പുലർമഴയിൽ ആർദ്രമാം ഹൃദയവുമായി ആദ്യമായി നിൻ മനസ്സിൻ ജാലകം തിരയുകയായി ആരൊരാൾ പുലർമഴയിൽ ആർദ്രമായി ഹൃദയവുമായി ആദ്യമായി നിൻ മനസ്സിൻ ജാലകം തിരയുകയാ പ്രണയമൊരു തീനാളം അലിയു നീയാവോളം പ്രണയമൊരു തീനാളം അലിയു നീയാവോളം പീലി വിടരും നീലമുകിലേ
ടോപ്പ് സിംഗർ സീസൺ 6ന്റെ പുതിയ എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കൂടുതൽ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അങ്ങനെ കാത്തിരിക്കാൻ കാരണമുണ്ട്. കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളാണ്. ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മത്സരങ്ങൾക്കൊക്കെ കുറച്ച് കടുപ്പം കൂടുതലാണ് അല്ലേ? മത്സരമൊക്കെ നമ്മളിങ്ങനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കൂടുതൽ ടൈറ്റ് കോമ്പറ്റീഷനാണ് നമ്മൾ കാണുന്നത്. അതൊന്നും പോരാതെ കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ പുതിയ റൗണ്ട്സ് വന്നിട്ടുണ്ട്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജഡ്ജസ് ചോയ്സ് ഉണ്ട്, അതിന്റെ കൂടെ ഡ്യുവറ്റ് പെർഫോമൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസം കാണാൻ പോവാണ്. തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും പ്രിയപ്പെട്ട 3 പേരെ നമുക്ക് വെൽക്കം ചെയ്യണം. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് ഉണ്ണി അങ്കിൾ. വെൽക്കം. MJ അങ്കിൾ അതുണ്ട് ആരാന്ന് ബാക്കില് കണ്ടോ? ഇരുന്ന് മടുത്താൽ നിന്ന് പാട്ട് കേൾക്കാം. ആ ഡെഡിക്കേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിന്ന് മടുക്കുമ്പോ ഇരിക്കും ഇനി കിടക്കും ആ ടേബിളിലൊക്കെ ഇങ്ങനെ. അങ്ങനെ പല പോസിൽ ഉണ്ണിയങ്കളുടെ കാണും, ആരൊന്നും വിചാരിക്കണ്ട. ഓക്കെ, ഇപ്പൊ ഒരു ഡ്യുവറ്റ് പെർഫോം ഉണ്ണിയങ്കളിന് ഇഷ്ടമുള്ള പെർഫോമൻസാ. ഒരു ഡ്യുവറ്റ് പെർഫോമൻസാ വരാൻ പോകുന്നത്. നമ്മുടെ സൗരംഗനും തിരുവനന്തപുരത്തിന്റെ മെയിൻ വേരുമാണ് എത്താൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം സാരംകുട്ടൻ ആൻഡ് അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഒന്നിച്ചു വായോ രണ്ടുപേരും? ഡ്യുവറ്റ് ഒക്കെ അല്ലേ? ഒരു ബന്ധവും ഇല്ലാത്ത രണ്ടാൾക്കാരെ പോലെ. ഹായ്. ഹലോ. സുപ്രഭാതത്തിന് ഒന്ന് മൈൻഡ് അവര് പുറത്ത് ഒരുമിച്ചായിരുന്നു. അല്ല, അമൃതക്കുട്ടി ഇങ്ങോട്ട് നോക്കുന്നത്, അവനാണെങ്കിൽ അങ്ങോട്ടേ നോക്കുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് ഒക്കെ? ഡ്യുവറ്റ് റൗണ്ട് അടിപൊളിയായിരുന്നു. ആണോ? അതെ. സ്റ്റെപ്സ് ഒക്കെ ഉണ്ടോ ഇങ്ങനെ രണ്ടുപേരും കൂടെ? ഒന്നും ഇട്ടില്ല. ഒന്നുമില്ല. ഓക്കെ, ഇവൻ തമാശക്കാരനാ? വലിയ തമാശ ഒന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല. ആണോ? വലിയ തമാശയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. സുപ്രഭാതം തമാശയൊക്കെ പറയൂ? ഇല്ല. സീരിയസാ? സീരിയസും ഇല്ല, തമാശ പറയുന്നുമില്ല. അതിന്റെ നടുക്ക് നോർമൽ ഒരു വ്യക്തിയെ പോലെ കുട്ടിയാണ് സുപ്രഭാതം. അപ്പൊ പാട്ട് ഏതാണ്? നീലാകാശം. നമ്മുടെ ശരത്ത്. യെസ് സർ. നല്ല പാട്ടാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പൊ നമുക്ക് പാടാം. റെഡി അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചിലകൾ കുറിച്ചാർത്തിയൊരുങ്ങിയ പെണ്ണ്
സരി മഗരി സപാ നൈസ്. സൂപ്പർ. മിനുട്ടാ, എന്തോ ഞാനൊരു പാട്ടുകാരനാണേ. ഞാൻ ഡ്യൂറ്റാണേ പാടണേ. ആ. പക്ഷെ ഞാൻ പാടുന്നത് ഞാൻ മാത്രമുള്ള പോലെയാ. യു മീൻ Solo സോളോ? പാടുന്നത് പോലെ. അതെ. സൈഡിൽ ആരോ നിപ്പുണ്ട്. പക്ഷെ ഞാൻ സോളോ പാടുന്ന പക്ഷെ ഞാൻ പോലെയാണ് ഡ്യൂറ്റ് പാടാൻ സോളോയെ പാടുള്ളൂ. ഞാൻ അങ്ങോട്ട് നോക്കണം എന്നൊക്കെ ആഗ്രഹിക്കും ഇടയ്ക്ക്. പക്ഷെ എന്തിനാ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? തിരിഞ്ഞൊക്കെ ബുദ്ധിമുട്ട്. ഞാൻ എന്റെ പാട്ടിൽ ഞാൻ ഫോക്കസ് ചെയ്യാം എന്ന് പറയുന്ന ആ പാട്ടുകാരൻ ആരാണ്? പറയടാ, എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. പക്ഷെ അമൃത കുട്ടിയാണെങ്കിൽ ഇടയ്ക്ക് അമൃതക്കുട്ടി വളരെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട്. മൈൻഡ് ചെയ്യില്ല. ഒന്ന് നോക്കിക്കൂടെ? നോക്കിക്കൂടെ? സൗരംഗൻ മൈൻഡ് ചെയ്യണില്ല. മൈൻഡ് ചെയ്യണില്ല. എന്താണ് ഇങ്ങനെ ഉണിച്ചടാ? എനിക്ക് തോന്നുന്നത് ഈ കുട്ടന്റെ കൂടെ ഒരു ദിവസം ഷോപ്പിങ്ങിന് പോയില്ലേ, അന്ന് പഠിച്ചാളോ? ഇപ്പൊ ആർക്കായി കൂട്ടാം? സൗരംഗൻ. എന്തോ സാർ? അമൃതക്കുട്ടി എന്തോ നല്ലൊരു ട്രൈ ആയിരുന്നു കേട്ടോ. ഈ പാട്ട് നല്ല ചാലഞ്ചിങ് സോങ് ആണ് രണ്ടുപേർക്കും. എസ്പെഷ്യലി ഇങ്ങനെ ഡുവറ്റ് പാടുന്ന സമയത്ത് ആ ഒരു കോർഡിനേഷനും സിങ്ക്രണൈസേഷനൊക്കെ കുറച്ച് പ്രോബ്ലം ആണ്. പിച്ചിങ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. അറിഞ്ഞോ അത്? ഞാൻ അറിഞ്ഞു. വെരി ഗുഡ്. അത് മതി. അറിഞ്ഞോ? ഞാൻ അറിഞ്ഞു. പക്ഷെ സാരംഗൻ ചില സ്ഥലത്തൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയി പാടും ചെയ്തു. യെസ്, പല സ്ഥലത്തും ഞാനൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പലതും. എസ്പെഷ്യലി ആ ചരണം എൻ്റെ ഒക്കെ അതിഗംഭീരമായിട്ട് പാടും. പക്ഷേ സംതിങ് വാസ് ലാക്കിങ്. ഈ ഒരു പാട്ടിന് വേണ്ട ഒരു നിറവ് ഉണ്ടല്ലോ പാട്ടിന്റെ, അത് രണ്ടുപേരുടെയും ലാക്കിങ് ആയിരുന്നു. അപ്പോൾ നമ്മള് ഒരു ഭയങ്കര എക്സ്പെക്ടേഷനിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഇനിയിപ്പോ അത് എങ്ങനെ താഴത്തേക്ക് കൊണ്ടുവരാൻ നമ്മള് എന്ത് ചെയ്യും? അല്ല, അത് നമ്മള് മുകളിലേക്ക് പോണെന്ന് വിചാരിക്കുമ്പോ കുറച്ചിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുന്നു. ഉറപ്പാണോ? ഉറപ്പാണോ അടുത്ത റൗണ്ടിൽ ശരിയാക്കുന്നുള്ളത്? ഇത് തീരെ ഇംപ്രസീവ് ആയില്ല. അങ്ങനെ ഈ പാട്ടിലൊക്കെ ശരിക്കും ഇംപ്രസ് ചെയ്യാൻ പറ്റിയ ഒരു പാട്ടാണ്. അത് രണ്ടുപേരും ഇംപ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഹോണസ്റ്റ്ലി സത്യസന്ധമായി പറയുന്നു. ഓക്കെ, യു ഹാവ് ടു ടേക്ക് മോർ കെയർ, മോർ കോഷ്യസ്. ഓക്കെ, എന്ത് രസമാണ് രണ്ടുപേരുടെയും ശബ്ദം കേൾക്കാൻ വേണ്ടി. അതിന്റെ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട് രണ്ടുപേരുടെ ആ ശബ്ദം കേട്ടോ. വ്യത്യസ്തതയിൽ ഭംഗി കണ്ടെത്തുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു പ്രത്യേക ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും പാടിയതിൽ. ഒരുപാട് നല്ല നല്ല ഭാഗങ്ങളുണ്ട്. സാറ് പറഞ്ഞതുപോലെ ചരണത്തിന്റെ എൻഡൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. രണ്ടുപേരുടെയും കോമ്പിനേഷനും ഭയങ്കര രസം ഉണ്ടായിരുന്നു. പക്ഷെ ആകെ മിസ് ചെയ്തത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല.
സോളോ പാടിയതുപോലെ തോന്നി. അമൃത നോക്കിയിരുന്നോ? അമൃതക്കുട്ടി നോക്കുന്നുണ്ട്, എന്നെ ഒന്ന് നോയിക്കൂടെ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്താ തോന്നിയെന്നറിയോ, എനിക്ക് ആ പാട്ടിന്റെ ആ സോളിലേക്ക് കടന്ന് ചെല്ലാൻ പറ്റിയില്ല. ഓക്കെ. അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ എന്താ പറയാ, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് പറയാം. പക്ഷെ ആ പാട്ടിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്ത് അതിനെ ടെക്നിക്കലായി മാത്രം കാണാതെ ആ പാട്ടിനെ കുറച്ചുകൂടെ ഫീൽ ചെയ്ത് കുറച്ചുകൂടെ അറിഞ്ഞ് ഡ്യുവറ്റ് ആണെന്ന് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പരസ്പരം കോംപ്ലിമെന്റ് ചെയ്തിട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയി വന്നേനെന്ന് ഫീൽ ചെയ്തു കേട്ടോ. അമൃതക്കുട്ടി മേലേക്കാവിൽ എന്ന് പറഞ്ഞ ഭാഗം പാടുന്നില്ലേ, ഇളനീർക്കുടം, അത് ഒരു പ്രാവശ്യം പോലും അത് ക്ലിയർ ആയില്ലായിരുന്നു, അത് ആ പോർഷൻ പാടിയത് കേട്ടോ. ഒന്നുകൂടെ പാടുന്നു അത്. മേലേക്കാവിൽ ഇളനീർക്കുടമേന്തിയ നാടൻ പെണ്ണ്. അവിടെ കുറച്ചും കൂടെ നോട്ട്സിന് ഒരു ക്ലാരിറ്റി വരാനുണ്ട്, കുറച്ചും കൂടെ. ക്ലിയർ ആയിരിക്കണം എന്താണ് പാടണേന്നുള്ളത്. അപ്പൊ അത് അത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു പാടി വന്നപ്പോ കേട്ടോ. പിന്നെ സ്വപ്നലോകം കഴിഞ്ഞിട്ടൊരു ഒരു ഓന്ന് പാടിയല്ലോ, എന്തായിരുന്നു ആ ഭാഗം? സ്വപ്നലോകം, സ്വർഗരാജ്യം. അവിടെയൊക്കെ ഈ പറഞ്ഞ ക്ലാരിറ്റി മിസ്സിംഗ് ആണ്, ശ്രുതി പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ കേൾക്കാനുണ്ട് കേട്ടോ. സാരംകുട്ടിന് എസ്പെഷ്യലി ഹൈ പാടുമ്പോഴത്തേക്ക് സ്ട്രെയിൻ വരുന്നുണ്ട്. സ്ട്രെയിൻ വരുന്ന ഭാഗങ്ങൾ അവിടെ പിച്ച് പ്രശ്നം വരുന്നുണ്ട്. പിന്നെ അതുപോലെ സ്വരം പാടിയല്ലോ, സ്വരം പാടിയിട്ട് അതിന്റെ കൂടെ ഒരു അകാരം ഉണ്ടായിരുന്നു ഇല്ലേ? അതൊന്നും കൂടെ ട്രൈ ചെയ്യുന്നോ? സരിമഗരി സഭാ അതൊക്കെ പോവും. എങ്ങനെയാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പാടണം. സാരംഗ പാടിക്കൊടുക്ക്. അപ്പൊ അമൃതക്കുട്ടി ഇങ്ങോട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് വരണം അവിടെ, അങ്ങോട്ടേക്ക് പാടിക്കൊടുക്കുക, അങ്ങോട്ടും അങ്ങനെ പാടിക്കോ. യെസ്. സരിമഗരി സഭാ അവിടെയൊക്കെ ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനത്തെ ഏരിയാസിൽ അവിടെ ഇങ്ങനെ ഹൈസ് വരുന്നുണ്ട്, ലോ വരുന്നുണ്ട്, ജമ്പ് ഉണ്ട്, കോംപ്ലക്സ് ആണ് പാട്ട്, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഡ്യുവറ്റ് ആണെങ്കിൽ കൂടെ പാടാൻ വേണ്ടി ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ ഓർക്കസ്ട്ര പല സ്ഥലത്തെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ചരണത്തിന് മുന്നൊക്കെ പല ഭാഗങ്ങളിലെ ഓടി ചാടിയിട്ടൊക്കെയാണ് തിരിച്ച് പാട്ടിന്റെ ആ റൂട്ടിലോട്ടേക്ക് വരുന്നത്. അപ്പൊ അത്രയും ഡിഫിക്കൽട്ടീസ് ഉള്ള പാട്ടാണ്, അത്രയും ഇതിലിങ്ങനെ ഒഴുകി പോകുന്ന ഒരു പാട്ടാണ്. ഇറ്റ്സ് ഡിഫിക്കൽട്ട്, ഇറ്റ്സ് എ ഗുഡ് അറ്റംപ്റ്റ് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ എങ്ങനെ നോക്കായിരുന്നു ഇവിടെ എഴുതി വെച്ചിരിക്കുന്നൊക്കെ, പോയി അവിടെ പോയി ഇവിടെ പോയി പോയി ഇങ്ങനെ കുറെ പോയി വന്നിട്ടുണ്ട് കേട്ടാ. അത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങള് മീനുട്ടി അവര് ഡ്യുവറ്റ് പാടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ പുതിയ കോമ്പിനേഷൻസ് കാണാൻ പറ്റും അല്ലെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒന്നിച്ചു വരുന്നത്. പക്ഷെ അവർക്ക് അവരുടെ ആ പാട്ട് അത് കണ്ടിട്ട് ജഡ്ജ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സത്യത്തിൽ കേട്ടോ. കാരണം അവിടെ ഒരു വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു കമ്പാരറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തേണ്ടി വരും. അപ്പൊ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, കാരണം അവരത്തുള്ള സ്നേഹം കാരണം അത്. പക്ഷെ എന്റെ ജോലി അതായതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. സ്നേഹം ഈക്വൽ ആണ് കേട്ടോ, ഒരു ഗ്രാം പോലും വ്യത്യാസമില്ല. ഓക്കെ, അത് മനസ്സിൽ വെച്ചോണേ. അപ്പൊ ഞാൻ പറയുന്നതൊക്കെ അങ്ങനെ ആ സ്നേഹത്തിലാണേ കേട്ടോ കുഞ്ഞുങ്ങളെ. അപ്പൊ സാരംഗൻ പാടിയെ പറ്റി പറയാം. സാരംഗൻ പാടിയില് സൂപ്പർ ആയിട്ടുള്ള ചില ലൈൻസ് ഉണ്ട്. നൽകുവാൻ 1000 തോഴിമാർ എന്ന് പാടിയത് നൈസ്. പുതുമോളെ കാണാൻ അണയുന്നു പൂരം, കേൾപ്പൂ കാൽച്ചിലമ്പിൽ പൂതം. ആ പൂരമല്ല പൂതം. അത് നന്നായിട്ട് പാടി കേട്ടോ, രസമുണ്ടായിരുന്നു അത്. പക്ഷെ കുറച്ച് സ്ലിപ്പുകൾ വന്നിട്ടുണ്ട്. കൂടുതൽ സ്ലിപ്പുകൾ നമ്മുടെ അമൃതക്കുട്ടിക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ സംഗതികൾക്കൊക്കെ ക്ലാരിറ്റി ഇല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ പാടിപ്പിക്കുന്നില്ല, രണ്ടാമത് പാടിപ്പിക്കുന്നില്ല. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാടുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് സാരംകൂട്ടന് ഞാൻ പറഞ്ഞ പോലെ അത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഡ്യുവറ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ലടാ.
രണ്ടുപേര് രണ്ട് സ്ഥലത്ത് നിന്ന് പാടുന്ന പോലെ ഉണ്ടാവും. ഓക്കെ. പക്ഷെ അമൃതക്കുട്ടി സ്റ്റിൽ ട്രൈങ് ഒരു കമ്മ്യൂണിക്കേഷൻ. ആ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആണ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ. ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഓഡിയൻസിന് രണ്ട് സോളോ പാടുന്ന പോലെ തോന്നും. കണക്ഷൻ കിട്ടില്ല, കണക്ഷൻ കിട്ടില്ല. അപ്പൊ പാട്ടിൽ ഒന്നാവുന്നില്ല, പാട്ടിൽ രണ്ടാവുന്നു. അപ്പൊ ഓഡിയൻസ് പറയും എന്നാ പാട്ടിന് വെക്കുമെന്ന് പറയും. ഓഡിയൻസിനോട് നമുക്ക് കളിക്കാൻ പറ്റൂല. ആ പക്ഷെ അങ്ങനെ ഒന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ അവര് നെഞ്ചോട് ചേർക്കും. ആ രണ്ട് കുട്ടികളും കൂടെ പാടിയ ഇത്തിരി ഗംഭീരം എന്ന് പറയും. അപ്പൊ ഇനി ഡ്യുവറ്റ് പാടുമ്പോഴത്തേക്കും അത് ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ലല്ലോ. എക്സ്പീരിയൻസ് വരുമ്പോ ശരിയായിക്കോളും. ഇതൊരു തുടക്കം മാത്രമല്ലേ തരംകൂടാ, അല്ലേ? അപ്പൊ തുടരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത്, പ്രത്യേകിച്ചും സുപ്രഭാതം നല്ല പ്രാക്ടീസ് വേണം കേട്ടോ. നമ്മൾ എത്ര പെർഫെക്റ്റ് ആക്കാമോ അത്രയും നമുക്ക് തെറ്റാത്ത രീതിയിൽ വരുന്നവരെ പ്രാക്ടീസ് വേണം. എന്ന് പറഞ്ഞാൽ ശബ്ദം കളഞ്ഞല്ല പ്രാക്ടീസ്. അമൃതക്കുട്ടിക്ക് കുറച്ച് പ്രാക്ടീസിന്റെ ഒരു കുറവ് എനിക്ക് തോന്നുന്നുണ്ട്. അത് 2-3 പാട്ടായിട്ട് എനിക്ക് പറയണം തോന്നിയ ഒരു കാര്യം. കഴിഞ്ഞ 1-2 റൗണ്ട്സ് അല്ലേ? അപ്പൊ നമ്മൾ റിയാസ് എന്ന് പറയില്ലേ, റിയാസിനെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. പുള്ളി വേണമെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടോ റിയാസിനെ. റിയാസിന്റെ അർത്ഥം മനസ്സിലായില്ല. അതാരാണ്? സാധകം. പ്രാക്ടീസിനാണ് റിയാസ് എന്ന് പറയാ ഹിന്ദുസ്ഥാനി മ്യൂസിക്. അപ്പൊ റിയാസിനെ നന്നായിട്ട് കെട്ടിപ്പിടിച്ചോട്ടാ. ഓക്കെ. പിന്നെ ശരത്തിനെ പറ്റി പറയണം. an incredible music composer. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ശരത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രിഡിക്റ്റബിലിറ്റിയിൽ വിശ്വസിക്കാത്ത ആളാണ്. പ്രിഡിക്റ്റബിൾ ലൈൻസ് ശരത്ത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വരുന്ന പോർഷൻസ് ഉണ്ടെങ്കിൽ ഉടനെ ഒരു ഡിഫ്ലക്ഷൻ ഓഫ് ഡയറക്ഷൻ ഉണ്ടാവും. അതിലൂടെ ചിലപ്പോൾ ആ റോഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ടഫായിരിക്കും. ശരത്തിന് അത് ടഫല്ല, മറ്റുള്ളവർക്ക് ജേർണി കുറച്ച് ടഫായിരിക്കും. അത് പാട്ടിൽ മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ടിലും എല്ലാത്തിലും. ഐ മീൻ ദ ഹോൾ കോമ്പസിഷൻ. അത് അതിന്റെ ട്യൂൺ മാത്രമല്ല, ഒരു കോമ്പസിഷൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണ് ശരത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇതെല്ലാം കൂടെ ചേരുന്ന ശരത്തിന്റെ മനസ്സിന്റെ എന്താണ് ആ ഒരു ഫ്ലൈറ്റിന് ഫ്ലൈറ്റ് ഓഫ് ഇമാജിനേഷൻ എന്ന് പറയുന്നത് അതിലൂടെയുള്ള യാത്രയാണ്. അതിലൂടെ മ്യൂസീഷ്യൻസ് ചിലപ്പം വെള്ളം കുടിക്കും, ചിലപ്പം പാട്ടുകാരും വെള്ളം കുടിക്കും. അപ്പൊ ഈ പാട്ടെന്ന് പറയുന്നത് ദാസാറും ചിത്രചേച്ചിയല്ലേ, രണ്ടുപേരും പാടിക്കുന്ന എക്സ്ക്വിസിറ്റ് ആണ്. ഇപ്പൊ ആകാശദീപം എന്നും ഉണരുമിടമായോ എന്ന് പറഞ്ഞ പോലെ ആ ഡ്യുവറ്റ് ദാസാറും ചിത്രചേച്ചിയും കൊണ്ടുള്ള പല ഡ്യുവറ്റ്സ് ഉണ്ട് ശരത്തിന്റെ. അതെല്ലാം ഗംഭീരാണ്. ശരത്തെ ഒരു ബിഗ് ഹായ് ടു യു കേട്ടോ, പ്രത്യേകിച്ചും ഫോർ ദിസ് സോങ്. അപ്പൊ സാരംകോട്ട അമൃതക്കുട്ടി, എന്തോ നമുക്ക് ഇന്നത്തെ മാർക്ക് അറിയാം. നമ്മുടെ അമൃതക്കുട്ടിക്ക് it is 96.5 out of 100. Thank you. And സാരംകോട്ടന് 97.5 out of 100. Thank you. അപ്പൊ രണ്ടുപേർക്കും മാർക്കൊക്കെ കിട്ടി. അടുത്ത പ്രാവശ്യം എങ്ങനെ പാടണം? നീ എന്നെ നോക്കൂലേ? ഇത്ര നാൾ അതെങ്കിലും ഉണ്ടായിരുന്നു. എങ്ങനെ പാടും? നോക്കി പാടാം എടുക്കാൻ. ഓക്കെ, ടാറ്റാ. അമൃതക്കുട്ടി ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഉണ്ണിയങ്കിൾ, ഇനി നമ്മുടെ ടോപ്പ് സിംഗറിൽ ഏത് റൗണ്ടാന്നറിയോ? പറയൂ. ചങ്ക്സ് ചോയ്സ് ആണ് വരാൻ പോകുന്നത്. ആരെയാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പാട്ട് പാടാൻ വരുന്നതിന് മുന്നേ ഇത് ചങ്ക്സ് ചോയ്സ് ആണല്ലോ റൗണ്ട്. അപ്പൊ ഉണ്ണിയങ്കിൾ ഇവിടുന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞ ആരെ സെലക്ട് ചെയ്യും? ഇപ്പം 3 പേര്, ഞാന്, MJ അങ്കിൾ, ആര്യ ചേച്ചി, മധു അങ്കിൾ, 4 പേര്. അപ്പൊ ഉണ്ണിയങ്കിൾ ഒരാളെ സെലക്ട്. MJ അങ്കിൾ. ഉറപ്പ്? കാരണം പറ. കാരണം ഈസ് എ ഗ്രേറ്റ് കമ്പോസർ. അതുകൊണ്ട് ഒരുപാട് നോളേജ് ഉള്ളിലേക്ക് അങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആളാണ്. ഓക്കെ, അതുകൊണ്ട് we respect him, we love him. ചേട്ടന്റെ വാക്കുകള് എനിക്ക് ഭയങ്കര ഓണറാണ്. ചേട്ടനൊക്കെ ഇങ്ങനെ പറയാന്ന് പറഞ്ഞ ഞാൻ അതൊക്കെ ഡിസേർവ് ചെയ്യുന്നത് എനിക്ക് സംശയമുണ്ട്. നോട്ട് ബീങ് ഹംബിൾ, ശരിക്ക് എക്സാക്ട്ലി എന്റെ ഫീലിംഗ് ആണ് ഞാൻ പറയുന്നത്. ഒരുപാട് നമ്മൾ ആരാധിക്കുന്ന ഒരു ആള് ഇത്തരം വാക്കുകൾ പറയുമ്പോഴാണ് ശരിക്ക് കണ്ണ് നിറയുന്നത്. താങ്ക് യു അപ്പൊ എന്തായാലും അടുത്ത വരാൻ പോകുന്ന ആൾ ആരെയാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ജഗത് കുട്ടനാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം ജഗത് ഓൺ സ്റ്റേജ്. ഹലോ. ചങ്ക്സ് ചോയ്സിന് വേണ്ടി റെഡിയാണോ? റെഡിയാണോ? പ്രിപ്പയർഡ്. ഏത് റൗണ്ട് കിട്ടണം ആഗ്രഹം? പെർഫോമൻസ് വേണമെന്നാണ് ആഗ്രഹം. ഇനിയിപ്പോ 2 റൗണ്ട് ആകെയുള്ളത്. ഒന്ന് പെർഫോമൻസും പിന്നെ മധുര. നമ്മള് കുറെ ടിപ്സ് ഒക്കെ തന്നിരുന്നു, അതൊക്കെ ആലോചിച്ചോ അതിനനുസരിച്ച് പ്രവർത്തിച്ചോ?
പ്രവർത്തിച്ചു. ഉണ്ട്. പ്രവർത്തിച്ചിട്ടുണ്ട്. Yes. ഓക്കെ, നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം അല്ലേ? സെലക്ട് ചെയ്യാം. ആ, ഒരാളെ പറഞ്ഞു. MJ അങ്കിൾ. എന്തുകൊണ്ട്? ഇന്നലെ ആരെയാ കഴിഞ്ഞ റൗണ്ടിൽ ആരെയാ പറഞ്ഞേ? ഉണ്ണിയങ്കിൾ. ഉണ്ണി അങ്കിൾ. ഓക്കെ, ഇപ്രാവശ്യം MJ അങ്കിൾ എന്തുകൊണ്ട്? നമ്മൾ ഈ കാറിലൊക്കെ പോകുമ്പോ അച്ഛനും ഞാനും കൂടുതൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് പാട്ടിന്റെ. അതിൽ കൂടുതലും MJ അങ്കിളിന്റെ പാട്ടുണ്ടാവുക. അതില് മറ്റേ ദോശപ്പാട്ടില്ലേ, അത് പിന്നെ ഒരു മറ്റേ കൊലുസു തെന്നി തെന്നി അർത്തുങ്കലി പള്ളിയിൽ ചെന്നപ്പോ അങ്ങനെ കുറെ പാട്ടുണ്ട് MJ അങ്കിളിന്റെ. അപ്പൊ അതൊക്കെ കേട്ട് ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ്. ശരി, ഓക്കെ. ഇനി MJ അങ്കിൾ എന്താ തരുന്നത് നോക്കാം. ഓ, വിചാരിച്ചു തന്നെ കിട്ടി. അപ്പൊ ജഗത്കുട്ട ഏത് പാട്ടാ പാടുന്നേ? ഞാൻ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും. വിദ്യാരം മാസ്റ്റർ, കൊടപ്പനംകുന്ന് ഹരിച്ചേട്ടൻ. പാട്ട് കഴിഞ്ഞാൽ ഞാൻ ഹരിച്ചേട്ടനായിട്ട് ഉള്ള കാര്യം പറയാം. അപ്പൊ നമ്മുടെ ജഗത്കുട്ടൻ പാടാൻ പോവാണ്. പ്രേക്ഷകരെല്ലാവരും QR കോഡ് സ്കാൻ ചെയ്ത് ജഗത്തിന് വോട്ട് ചെയ്യണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ പാർവതീപതേ ഹര ഹര മഹാദേവ ശ്രീ ശങ്കരനാമ സങ്കീർത്തനം ഗോവിന്ദ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ചുറ്റുവിളക്കുണ്ട് മീനാക്ഷിക്കാവുണ്ട് കൈച്ചിറയുണ്ടിവിടെ ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാ നിത്യവും നിന്റെ നാമം ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാ നിത്യവും നിന്റെ നാമം അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ മുടന്തനും കുരുടനും ഉമരും വിവിധ ദുഃഖിതരായവരും നൊന്തു വിളിക്കുകിൽ കാരുണ്യമേകുന്ന ശംഭുവേ കൈതൊഴുന്നേ നൊന്തു വിളിക്കുകിൽ കാരുണ്യമേകുന്ന ശംഭുവേ കൈതൊഴുന്നേ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ
ഒരു കണ്ണിൽ കനലല്ല കാമമാണിപ്പോൾ ജ്വലിപ്പതെന്നോ കുന്നിൻ മകളറിയാതെ ആകങ്കയ്ക്ക് ഒളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ കുന്നിൻ മകളറിയാതെ ആകങ്കയ്ക്ക് ഒളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ ഒളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ അമ്പലമില്ലാതെ ആഴ്ത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. അമ്പലമില്ലാതെ ആഴ്ത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ഈ ഓച്ചിറയിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ജഗു, അവിടെ ശിവൻ അരൂപിയാണ്. അതാണ് പരബ്രഹ്മമൂർത്തി എന്ന് പറയുന്നത്. മലയാളിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ് നീ ഇപ്പോ പാടി. വിദ്യാധരൻ മാസ്റ്ററുടെ സംഗീതം, കൊടപ്പനക്കുന്ന് ഹരിച്ചേട്ടനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും പാട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ കൊടപ്പനക്കുന്ന് ഹരിച്ചേട്ടനെ കുറിച്ച് പറയണം. കാരണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യാത്രയിൽ ഒരുപാട് വഴിവിളക്കുകളുണ്ടാവും, വഴികാട്ടികളുണ്ടാവും. അപ്പൊ എൻ്റെ ജീവിതത്തിലെ പല വഴികാട്ടികളിൽ ഒരാളാണ് തീർച്ചയായിട്ടും നമ്മുടെ കൊടപ്പനക്കുന്ന് ഹരിച്ചേട്ടൻ. അദ്ദേഹം ആദ്യത്തെ ഒരു അവസരം എനിക്ക് അന്ന് ദൂരദർശനിൽ സ്മൃതിതൻ ചിറകിലേറി എന്ന് അദ്ദേഹം എഴുതിയിട്ട് അതിന്റെ വിഷ്വൽ ഡയറക്റ്റ് ചെയ്തിട്ട് അന്ന് ദൂരദർശനിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിപ്പോ ഈ സീറ്റിൽ ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ അത് അന്നത്തെ കാലത്ത്, അന്നത്തെ തരങ്ങണിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്. അതൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഹരിച്ചേട്ടൻ എഴുതിയിരിക്കുന്ന ചില ഭക്തിഗാനങ്ങളും, കാട്ടിൽ വന്നു ഞാൻ കൂട്ടുവിളിച്ചു, കൂട്ടിൽ നീ വന്നു അയ്യപ്പ തുടങ്ങി എത്രയോ പാട്ടുകൾ. ഒരു ഗ്രേറ്റ് ലിറിക് റൈറ്ററാണ് അദ്ദേഹം. സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പല പല രീതിയിൽ പ്രതിഭയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ കൊടപ്പനക്കുന്ന് ഹരിച്ചേട്ടന് ഒരു വലിയൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് മാത്രമേ ഈ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റൂ. പിന്നെ വിദ്യാധരൻ മാസ്റ്റർ, അദ്ദേഹം പല രാഗങ്ങളുടെ ഒരു ചേരുവ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ചും നാഗഗാന്ധാരി തുടങ്ങിയിട്ടുള്ള രാഗങ്ങളുടെ ഒരു ചേരുവയുണ്ട്. അത് ഭയങ്കര അസാധ്യമാണ്. ഇത്രയും വർഷം. പിന്നെ ലാലേട്ടനെ ഓർക്കുന്നത്, ലാലേട്ടൻ ഗഞ്ചിറ വായിക്കുന്നുണ്ട്. ഇന്നിപ്പോ റെന്നിയാണ് അവിടെ വായിച്ചത്. ലാലേട്ടൻ ഗഞ്ചിറ വായിക്കുന്നത്, അത് ആക്ട് ചെയ്തിരിക്കുന്നതും അതിഗംഭീരാണ്, ഒരു രക്ഷയില്ല. ഇതില് കുന്നിൻ മകളറിയാതെ ആ ഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ എന്ന് എഴുതിയത് കൊണ്ട് ഹരിച്ചേട്ടന് ഒരു നാഷണൽ അവാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അതിനകത്ത് എന്തോ ഒളിഞ്ഞു കിടക്കുന്ന എന്തോ കാര്യങ്ങളുണ്ടെന്ന് അന്നത്തെ ആൾക്കാർ അത് കരുതി. മാത്രമല്ല, ആകാശവാണിയിൽ 4 വർഷം അതുകൊണ്ട് തന്നെ ഈ പാട്ട് സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചരിത്രമുണ്ട് ഈ പാട്ട്. നീ അസലായിട്ട് പാടി. താങ്ക് യു സാർ. ചുറ്റുവിളക്കുണ്ട് മീനാക്ഷിക്കാവുണ്ട് കൈച്ചിറയുണ്ടിവിടെ ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാ നിത്യവും നിന്റെ നാമം. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങള് കോറസിൽ ഗംഭീരമായിട്ട് ആ ഒരു വൈബ് കൊണ്ട് അതുപോലെ നമ്മുടെ സുശീല ഭാഗവതർ, പിന്നെ നമ്മുടെ റെന്നി, പിന്നെ ആനന്ദ് മഹാരാജ്, അതുപോലെ മുരളീജി, എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് തകർത്ത് കേട്ടാ. സുഷിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് തൊട്ടാലും അത് പൊന്നാക്കുന്ന ആളാണ്. ഇപ്പൊ ഹാർമോണിയം വായിച്ചത്, അതിന്റെ ആദ്യത്തെ ആ നോട്ട്സ്, നമ്മുടെ വിദ്യാധരൻ മാസ്റ്റർ അസലായിട്ട് ഹാർമോണിയം വായിക്കുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ കൈയൊക്കെ ഓടുന്ന പോലെയുള്ള ഒരു ഫീല് കൊണ്ടുവരാൻ പറ്റി. അതുപോലെ ജതി പോലെയുള്ള നടകൾ ഒക്കെ. അപ്പോ ജടാമുടിയുമായി ഇരിക്കുന്ന ആ ശിവനെ ഇങ്ങനെ ഓർത്തു പോകും. ഒരു സ്ഥലത്ത് മിസ്സായിട്ടുണ്ടല്ലോ, അതെന്ത് പറ്റി മകനെ? അത് പെട്ടെന്ന് പാടാനൊരു കൺഫ്യൂഷൻ വന്നു.
പെട്ടെന്ന് പാടാൻ കൺഫ്യൂഷൻ Confusion വന്നു. മാർക്ക് കുറയും എന്നുള്ള അറിവുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ? അത് നോട്ട് ദ പോയിന്റ്. ഓക്കെ. പിന്നെ ഒരു സ്ലിപ്പ് ഒരു സ്ഥലത്ത് വന്നിട്ടില്ലേ? ആ. അതെവിടെയായിരുന്നു? ആടുന്നു ശൃംഗാര കേളി. കേളികളാടുന്നു. ശൃംഗാരകേളി. അവിടെ എന്താ ശൃംഗാരത്തിന് ഇത്രയധികം പ്രശ്നം? അതല്ല, ചെറിയൊരു ബ്രത്ത് കിട്ടായ്മ, ഹൈയും ബ്രത്തും കൂടെ ആവുമ്പോ അങ്ങനെ ബ്രത്ത് കിട്ടായ്മ വരുമ്പോൾ മാർക്ക് കുറയും എന്നുള്ള അറിവുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. അപ്പൊ നോട്ട് ദ പോയിന്റ്. ഓക്കെ. പക്ഷെ എന്നാലും എല്ലാം കൂടെ എടുക്കുമ്പോഴുണ്ടല്ലോ ആ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എതീരിയൽ ഫീൽ എന്ന് പറയുന്നത്, അത് ആ ഡിവോഷൻ, ആ ശിവം, അതെല്ലാം ഇങ്ങനെ ധ്വനിച്ചു. ആദ്യം ഓച്ചിറയിൽ പാടിയത് തന്നെ ആ നോട്ട്സ് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പല ആൾക്കാരും പാടുന്ന ഓച്ചിറയിലല്ല നമ്മുടെ മകൻ പാടിയ ഓച്ചിറയിൽ. അപ്പൊ ജഗ്ഗു ഒരു ചെറിയ മീനല്ല, ഒരു സംഭവമാണ്. ഈ പാട്ടിൽ അത് എവിഡന്റ് ആണ്. അത് പല പിന്നെ താളം ഇടുന്നത് നിന്റെ ഇഷ്ടത്തിനുള്ള താളങ്ങളൊക്കെ ഇട്ട എങ്ങനെയേ ഞാനും നോട്ട് ചെയ്തു. ഇടയ്ക്കിങ്ങനെ ഒന്ന് പഠിക്കേ. ഞാൻ ജഗ്ഗു ആണേ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ തോന്നിയടുത്ത അടി, തോന്നിയടുത്ത് വീച്ച്. പക്ഷെ അത് രസമായിട്ട് തോന്നി. അപ്പൊ അങ്ങനെയുള്ള കുറെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും ഈ പാട്ടിന്റെ ആലാപനത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ തരുണത്തിൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. വിടവാങ്ങുന്നു. ജഗത് കിഷോർ ജി, എന്തോ ഗംഭീരമായി. താങ്ക് യു സാർ. മോനെ ആക്ച്വലി ഭയങ്കര ഭാഗ്യവാനാണ്. ഇത്തരം ഒരു വേദിയിൽ കേരളത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് മ്യൂസിഷ്യൻസിനെ കൂടെ ഇരുന്ന് കച്ചേരി ചെയ്യാണ്. അതൊരു വലിയ ഭാഗ്യമല്ലേ? അതെ അതെ. ആൻഡ് കോറസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കോറസ്. ബ്യൂട്ടിഫുൾ ആയി. രൂപിയാകിലും ശങ്കരലീലകൾ ഭക്തർക്കുള്ളിൽ കണ്ടിടാ. വെള്ളിക്കുന്നും ചുടലക്കാടും വിലാസ നർത്തന രംഗങ്ങൾ. അസലായി പാടി കേട്ടോ മോനെ. താങ്ക് യു സാർ. ഈ പറഞ്ഞ മാതിരി 2-3 സ്ഥലത്ത് വന്ന സ്ലിപ്സ് അത് കുറച്ചൊരു കെയർലെസ് ആയി മോൻ. ശരിക്കും പറഞ്ഞാൽ ഒരു 10% അടിക്കേണ്ട പെർഫോമൻസ് ആയിരുന്നു അത്. എന്തൊരു എനർജി ആയിരുന്നു അറിയോ. വോയിസിന് നല്ല എനർജി. ഈ പാട്ട് ഒരു സാധാരണക്കാരന് പാടാൻ പറ്റില്ല. ഒരു ഇമ്മൻസ് ടാലന്റ് ഉള്ള ആൾക്ക് മാത്രമേ പാടാൻ പറ്റുള്ളൂ. അതും ലൈവായിട്ട് പാടുമ്പോ സമ്മതിച്ചു അല്ലേ? ശരിയാണ്. വളരെ ഭംഗിയായിട്ട് പാടി. ചില സംഗതികളൊക്കെ അസാധ്യമായിട്ട് പാടി. ആ സ്ലിപ്പ് വരാൻ പാടില്ലായിരുന്നു. ഒന്ന് അത്, പിന്നെ ലാസ്റ്റിൽ ആ ശൃംഗാരകേളികൾ ആടുന്നു അവിടെ ഒരു സ്ലിപ്പ്. അതൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ജഗത് കിഷോർ ആരാ? 100 മേടിക്കേണ്ട ആളാ. അതെ. എന്തായാലും ഓഡിയോ വോയിസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല പഞ്ച് ഉണ്ടായിരുന്നു വോയിസ്. നല്ല ഒരു വിദ്വാൻ പാടണമാതിരി ഒരു ഗെറ്റപ്പ് ഉണ്ടായിരുന്നു. അടിപൊളിയായി. താങ്ക് യു സാർ. ഇപ്പൊ ജഗത്കുട്ട എന്തോ മിടുക്കനായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എല്ലാം കൂടെ നല്ല ജെല്ലായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ജഗ്ഗും കോറസും നമ്മുടെ മ്യൂസിഷ്യൻസും എല്ലാരും കൂടെ തകർത്തു. താങ്ക് യു. കിടുക്കി കേട്ടോ. കാമനെ തൊട്ടൊരു കണ്ണിൽ കനലല്ല കാമമാണിപ്പോൾ ജ്വലിപ്പതെന്നോ. കുന്നിൻ മകളറിയാതെ ആകങ്കയ്ക്ക് ഒളി സേവ ചെയ്യുന്നു. നല്ല ഡിവോഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു എക്സ്ട്രാ എനർജി ഉണ്ടായിരുന്നു ഇന്ന്. എക്സാക്ട്ലി. ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നു ഇന്ന് ജഗ്ഗുടെ വോയിസ്. എനിക്ക് തോന്നുന്നു വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസസ്. അതെനിക്ക് തോന്നുന്നു ഈ ഒരു സെറ്റപ്പ് കിട്ടിയതായിരിക്കും. അപ്പൊ എല്ലാം തകർത്തു. ആ ഒരു മറന്നുപോയ ഒരു ഭാഗവും പിന്നെ ഒരു സ്ലിപ്പും ഇത് ഞാനും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഒക്കെ കിഡ്ലനായിരുന്നു. നല്ല എനർജി ഉണ്ടായിരുന്നു കേട്ടോ. എടുക്കനായിട്ട് പാടി. ഓക്കെ, ജഗ്ഗു എന്തോ ആ നോട്ട് എനിക്ക് മനസ്സിലായി. എനിക്ക് 100 കിട്ടണം അതല്ലേ പറഞ്ഞേ? നല്ല മാർക്ക് തന്നാ. നല്ല മാർക്ക് എന്താണ് ഈ നല്ല മാർക്ക്? 98.5 എബവ്. 98.5 എബവ്. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒരു സ്ലിപ്പും ഒരു വിട്ടുപോയതും. അപ്പൊ സ്ലിപ്പും വിട്ടുപോയതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് ശ്വാസത്തത്, ഒന്ന് പാടാൻ പറ്റാത്തത്, മറന്നുപോയത്. അപ്പൊ ഓരോന്നിനും 0.5 വെച്ച് അങ്ങ് കുറയ്ക്കുന്നു. ഓക്കെ. അപ്പൊ എത്രയായി? 99. Yes. Jaggu going to be awarded 99 on 100 today. Thank you. തിരുണരും ഓംകാരത്തിൽ
ശരിക്കും ഹോണസ്റ്റ്ലി 100 തരണം എന്ന് 100 വിചാരിച്ചു. തരണം എന്ന് വിചാരിച്ചാ മോനായിട്ട് തന്നെ വേണ്ടെന്ന് വെച്ചു. നമ്മളെ കുറ്റം പറയല്ലേ? ഓക്കെ അതുകൊണ്ട് കാര്യകാരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ജഗ്ഗു എന്നാ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാവർക്കും നന്ദിയുണ്ട്. ഒന്നുകൂടെ നമുക്കൊരു ഗംഭീര കൈയടി കൊടുക്കണം. Yes. ജഗ്ഗുനല്ല, കോറസിന് ഒരു കൈയടി ഇവിടെ. നീഹാര, ദയ, അഖില, മുക്തിക 4 മുത്തു മക്കളാണ്. ആഹാ. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുഷ്, അതുപോലെ റെന്നി, അതുപോലെ ആനന്ദ് ജി, അതുപോലെ മുരളി ജി, എല്ലാവരും കൂടെ ഈ പാട്ടിനെ വേറെ ഒരു ലെവൽ, നേരത്തെ നമ്മുടെ ആര്യക്കുട്ടി പറഞ്ഞില്ലേ, അതിന് വേറെ ഒരു ലെവലുണ്ട്, എനർജി. എനർജി. ആ എനർജി താളമേള കൊഴുപ്പ്. ഓക്കെ. യെസ്.